കഴിഞ്ഞ 2 മാസങ്ങളായി തുടർച്ചയായി കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും കർത്താവിൻ്റെ ദിവസം എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നാം ഏതൊക്കെ വിഷയങ്ങളിൽ ഒരുക്കം പ്രാപിക്കണമെന്നുമുള്ളത് ദൈവം നമ്മെ തുടർച്ചയായി കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ തുടർമാനമായി പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരന്ത്യകാല രക്ഷ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കറകളങ്കം വാട്ടം മാലിന്യമില്ലാത്തൊരു കാന്ത എടുക്കപ്പെടാനുണ്ട്. അതിനായി ദൈവജനം ഒരുക്കം പ്രാപിക്കണം. എപ്പോൾ വേണമെങ്കിലും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ നാൾ വരുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തുടർമാനമായിട്ട് ഓർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസവും നമ്മൾ കണ്ടു, പിതാവിൻ്റെ അധികാരത്തിൽ വച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളും. എന്നാൽ കാലങ്ങളെ വിവേചിച്ച്, നാളും നാഴികയും അറിഞ്ഞുകൂടെങ്കിലും കാലങ്ങളെ വിവേചിച്ച് ഒരുക്കം പ്രാപിക്കേണ്ട ദൈവത്തിൻ്റെ ജനം. ഈ വിഷയങ്ങളോട് ചേർന്ന് ഒന്ന് നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷത കണ്ടു, മറ്റൊന്ന് കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പഠിച്ചു. ഇതിനിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സെഖറിയ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് വരാം. സെഖറിയ ചാപ്റ്റർ 14 അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ചാപ്റ്റർ 14 and verse 1. അവർ നിന്റെ നടുവിൽ വച്ച് നിന്റെ കൊള്ള വിഭാവിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. യഹോവയുടെ ഒരു ദിവസം വരുന്നു. എ ഡേ ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ കാര്യം നാം പഠിച്ചു. കർത്താവിൻ്റെ നാൾ, ദി ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന കാര്യവും നാം മനസ്സിലാക്കി. കർത്താവിൻ്റെ പ്രത്യക്ഷത തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ദിവസം അത് കള്ളനെ പോലെ വരുന്നു. അത് ഭക്തികെട്ട മനുഷ്യരുടെ നാശവും ന്യായവിധിയും സംഭവിപ്പാനുള്ള ദിവസം. ഇവിടെ സെഖരിയാവ് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഇറ്റ് ഈസ് നോട്ട് ദി ഡേ, ഇറ്റ് ഈസ് എ ഡേ. കർത്താവിൻ്റെ ഒരു ദിവസം വരുന്നു. ലോർഡ് എന്നുള്ളത് പഴയ നിയമത്തിൽ യഹോവ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷിലെ രണ്ടിനും ലോർഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ഒരു ദിവസം വരുന്നു. ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ വാസ്തവത്തിൽ ഈ സെഖരിയ പ്രവചനം 14-ാം അധ്യായത്തിൽ നാം പഠിക്കുന്ന വായിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിച്ച് കഴിഞ്ഞ ശേഷം ന്യായവിധിയുടെ നാളിന് മുൻപ് ഈ ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവ കാലമുണ്ട്. ഈ മഹോപദ്രവ കാലത്തിൻ്റെ ഒടുവിൽ, അതിൻ്റെ അവസാനമാകുമ്പോഴേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. ഭൂമണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പൂർത്തിയാക്കേണ്ട ചില കാര്യപരിപാടികളുണ്ട്. ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ ഇസ്രായേലിനെ അവൻ ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല. അവനൊരു വീണ്ടെടുപ്പ്, ഇസ്രായേലിനൊരു വീണ്ടെടുപ്പ് ദൈവം വാഗ്ദത്തം ചെയ്തത് ശേഷിക്കുന്നുണ്ട്. അവരിലുള്ളൊരു പണിയും യെരുശലേമിലൊരു ദേവാലയവും വെളിപ്പെട്ട് അത് പൂർത്തിയാകാനുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഒരു സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ടത്തെ വാഴ്ച സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനിടയിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലോ അതിനോട് ചേർന്നോ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ദിവസം, യഹോവയുടെ ഒരു ദിവസം എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്ന കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കാൻ ഈ 1 മണിക്കൂർ സമയം പോരാ. എന്നാൽ വളരെ വേദപുസ്തകം പഠിക്കുന്നവർക്കും അന്ത്യകാലത്ത് കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും തുടർന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ചില പ്രധാന കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. 2-3 വാക്യങ്ങൾ വായിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. വേഴ്സസ് 2 and 3. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലോകത്തെ സകല ജനതകളും, ചുറ്റുവട്ടമുള്ള സകല രാജ്യങ്ങളും ആർക്കെതിരെ യുദ്ധത്തിനായിട്ട് വരും? ഇസ്രായേലിനെതിരെ, യെരുശലേമിനെതിരെ, ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിനായിട്ട് വരുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ
ഏതാണ്ട് അതിനൊക്കെയുള്ള പശ്ചാത്തലം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ വിചാരിക്കും, എന്താ ഇവർക്കൊക്കെ ഭ്രാന്താണോ, ചുമ്മാ ഇരുന്നാൽ പോരായിരുന്നോ, എന്തിനാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നത്, ഗ്യാസ് പോലും കിട്ടുന്നില്ലല്ലോ, എന്തൊക്കെ പ്രയാസമാണ് മനുഷ്യർക്കുണ്ടാകുന്നത്. കാര്യമൊക്കെ ശരിയായിരിക്കാം. മനുഷ്യൻ ദൈവത്തെ നിഷേധിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കണമായിരുന്നു. ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരും എന്നുള്ളത് തിരുവഴുത്ത് മുന്നറിയിപ്പ് നൽകുന്നത് മറന്നുപോയി മനുഷ്യൻ. വചനം ഓർപ്പിക്കുകയാണ്, സകല ജനതകളും ഇന്ന് സഖ്യം ചേരാത്തവർ, കൂട്ടുചേരാത്ത രാജ്യങ്ങൾ പോലും കൂട്ടുചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ, യെരുശലേമിനെതിരെ ഒരു വലിയ യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിച്ചാൽ ഒരുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ കർത്താവിൻ്റെ കാന്തയായി, മണവാട്ടിയായി, കറകളങ്കം വാട്ടം മാലിന്യമില്ലാത്തതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. ഇന്നേക്ക് 7 വർഷത്തിനകം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വായിച്ചേ. നഗരം പിടിക്കപ്പെടും. ഇസ്രായേൽ ഒരു വലിയ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ലോകം മുഴുവനും പറയും, അയ്യോ ഇവരിറങ്ങി തിരിച്ചിട്ട് ഇവർ തോൽക്കാൻ പോകുകയാണല്ലോ. നഗരം പിടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നഗരമെന്ന് പറഞ്ഞ, ദാവീദിൻ്റെ പട്ടണമെന്ന് പറഞ്ഞ യെരുശലേം നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. പകുതി ആളുകളെ ബദ്ധന്മാരായിട്ട് പിടിച്ചുകൊണ്ടുപോകും, അടിമകളായി പിടിച്ചുകൊണ്ടുപോകും. അവർ പ്രവാസത്തിലേക്ക് പോകും. മറ്റേ പകുതി വായിച്ചേ. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. ശേഷിപ്പുള്ള ഒരു കൂട്ടം പകുതി പേര് മാത്രമേ അവിടെ കാണുകയുള്ളൂ. ബാക്കി ഒരു പകുതി ബദ്ധന്മാരായിട്ട് പിടിക്കപ്പെട്ടു പോയി. ലോകം മുഴുവനും ഒരു വലിയ പരാജയത്തിലേക്ക് ഇസ്രായേൽ വീഴുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. കാരണം സംഭവങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ, നടക്കുന്ന വാർത്തകൾ, കേൾക്കുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കിയാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അധികം താമസിയാതെ അവർ പരാജയം സമ്മതിക്കും, മുട്ടുമടക്കും, പരാജയപ്പെടും എന്ന് ലോകം പ്രതീക്ഷിക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. സകല ജനതകളും സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയും നഗരം പിടിക്കപ്പെടുകയും ഒരു പകുതി ആളുകളെ ബദ്ധന്മാരായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനായിട്ട് പോകുകയാണ്. ഈ സംഭവം നടക്കുമ്പോൾ യെരുശലേമിൽ ഒരു ദേവാലയം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പണിയപ്പെട്ട് കഴിയുന്നു, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യവും നാം ഓർക്കണം. കാരണം 14-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ജനത്തെ അവിടെ കൂടാരപ്പെരുന്നാളിനായിട്ട് ദൈവാലയത്തിലേക്ക്, യെരുശലേമിലേക്ക് വരുന്ന കാര്യം സെഖര്യാവ് പ്രവചിക്കുന്നുണ്ട്. യെരുശലേമിൽ ഒരു ദേവാലയം ഉണ്ടായെങ്കിൽ മാത്രമേ മുടങ്ങിക്കിടക്കുന്ന, നാളുകളായി, ആണ്ടുകളായി, അനേക നൂറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന അവരുടെ ആ ഉത്സവങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ആ ഉത്സവങ്ങൾ, ആ 7 ഉത്സവങ്ങളെക്കുറിച്ച് നാം വായിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നിവൃത്തിയായി കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവരുടെ പെസഹ എന്ന ഉത്സവമാണ് അത് അതിൻ്റെ നിഴലായിട്ട് ഉണ്ടായിരുന്ന കാര്യം, അതിൻ്റെ പൊരുളാണ് അവിടെ പൂർത്തിയാക്കപ്പെട്ടത്. പെസഹ കുഞ്ഞാടായിട്ട് യേശുക്രിസ്തു അറുക്കപ്പെട്ടു. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ അപ്പോസ്തലന്മാർ കൂടിയിരുന്നിടത്ത് പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടപ്പോൾ ആ പെന്തക്കോസ്ത് എന്ന ഉത്സവത്തിൻ്റെ ആ നിഴലായിരുന്നതിൻ്റെ പൊരുളാണ് ഇവിടെ പൂർത്തിയായത്. അടുത്തത് നടക്കാനുള്ളത് ഒരു കാഹള പെരുന്നാളാണ്, പിന്നീട് ഒരു കൂടാര പെരുന്നാളാണ്. അപ്പോൾ ഈ കാഹള പെരുന്നാൾ നിഴലായി പറഞ്ഞിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് വിശുദ്ധന്മാരുടെ ആ എടുക്കപ്പെടലിനോട് ചേർന്നാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യഹൂദൻ്റെ കാഹള പെരുന്നാളായി അവർക്ക് ദൈവം കൊടുത്ത ആ ഉത്സവം നിഴലായിരിക്കുന്ന വിഷയം പൂർത്തിയാക്കപ്പെടും. അത് കഴിഞ്ഞ് നടക്കേണ്ട ഒന്നാണ് ഈ കൂടാര പെരുന്നാൾ. അതിനെക്കുറിച്ചാണ് സെഖര്യാവ് ഇവിടെ പറയുന്നത്. അതിലേക്ക് വരുമ്പോൾ ഞാൻ ആ കാര്യം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യെരുശലേം ഒരു പരാജയത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ നടക്കുന്നു. രാജ്യങ്ങളെല്ലാം അവർക്കെതിരായിട്ട് നിൽക്കുന്നു. ഇനി അന്ന് സംഭവിക്കുന്ന ഈ അധ്യായത്തിലെ പൊരുളുകൾ തിരിക്കുവാൻ സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, ഒരു താക്കോൽ, ഒരു കീ ഉണ്ട്. ഏത് വചനഭാഗം വായിച്ചാലും അതിൻ്റെ അകത്തൊരു താക്കോല് കാണും. വചനം പഠിക്കുന്നവർ ഈ അധ്യായം വീട്ടിൽ ചെന്നിരുന്ന് നന്നായിട്ട് വായിച്ച് ധ്യാനിച്ച് അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കണം. അത് സഹായിക്കുന്ന ഒരു കീ വേർഡുണ്ട്. അന്നാളിൽ, ഇൻ ദ ഡേ, അതാണ് ആ കീ വേർഡ്.
ആ താക്കോൽ വാക്ക് അതാണ്. ഈ അധ്യായം ശ്രദ്ധിച്ച് വായിക്കാമെങ്കിൽ 7 തവണ ഈ അന്നാളിൽ എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്. ഇൻ ദറ്റ് ഡേ, ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് ഇൻ ദറ്റ് ഡേ എന്ന വാക്ക് എന്ന പ്രയോഗം 7 തവണ ആവർത്തിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കത്തിലൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 7 സംഭവങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടക്കാനായിട്ട് പോകുന്നത്. നാം അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനു മുമ്പായിട്ടുള്ള ആ കാഹളപ്പെരുന്നാളിൽ അവൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടാൻ ഒരുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നാം കാണാൻ പോകുന്ന, ഭൂമിയിൽ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇത് നിവൃത്തിയായതിനു ശേഷമേ ഈ ഭൂമിയിൽ ഒരു വാഴ്ച നടക്കാനുമായിട്ട് പോകുന്നുള്ളൂ. അതിൻ്റെ അവസാനത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ അന്നാളിൽ 4-5 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ, അന്നാളിൽ ശ്രദ്ധിച്ചോണം, അണ്ടർലൈൻ ചെയ്തോണം. ഇൻ ദറ്റ് ഡേ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. യേശു കർത്താവ് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടാൻ പോകുക. അവൻ്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്ന ഒരു ദിവസം, ആ ദിവസത്തെക്കുറിച്ചാണ് എ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയൊന്ന്, കർത്താവിൻ്റെ ദിവസം വേറൊന്ന്. ഇവിടെ കർത്താവിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടുന്ന ഒരു ദിവസം. ഈ ഒലിവ് മൗണ്ട് എന്ന് പേരിട്ട ഒരുപാട് പർവ്വതം, അങ്ങനെ എന്താ ഇങ്ങനെ എടുത്ത് യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമല എന്ന് പറയാൻ കാരണം എന്നറിയാമോ? ഇന്ന് നമ്മൾ ഈ കേരളത്തിൽ കൂടെ പോയാലും പല സ്ഥലങ്ങളിലും ഒലിവ് മണ്ടെന്ന് പേരിട്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വീട്ടുപേരും ചിലപ്പോൾ അങ്ങനെ ഇട്ട് കാണും. അവിടെ ഒന്നും കർത്താവിൻ്റെ കാല് ചവിട്ടാൻ പോകുന്നില്ല. കർത്താവിൻ്റെ കാല് ചവിട്ടുവാൻ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്ന ഒരിടമുണ്ട്. യെരൂശലേമിന് കിഴക്ക് ഒരു ഒലിവുമലയിൽ അവൻ്റെ കാല് ചവിട്ടും. എന്തുകൊണ്ടാണ് യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അവൻ്റെ കാല് ചവിട്ടാനുള്ള കാരണം? അവൻ്റെ കാല് അവസാനം ചവിട്ടിയത് അവിടെയാണ്. സംശയമുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ അവർ കാണെ അവൻ ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സംഭവമാണ് അതിന് മുന്നായിട്ട് നമ്മളവിടെ വായിക്കുന്നത്. അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ 2 ദൂതന്മാർ, ദൈവത്തിൻ്റെ 2 ദൂതന്മാർ വന്ന് നിന്നിട്ട് അവൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരെവിടെ നിന്നാണ് അവൻ പൊങ്ങിപ്പോയത്, ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോയത്? ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ആക്ട്സ് ചാപ്റ്റർ 1 verses 11 and 12. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ദൂതന്മാർ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. ഈ വാക്ക് നിവൃത്തിയാകാൻ പോകുന്ന, അതിൻ്റെ ഒരു നിവൃത്തി അല്പം മുമ്പ് സംഭവിക്കുന്ന കാഹളപ്പെരുന്നാളിനോട് ചേർന്ന്, അല്ലെങ്കിൽ അതിൻ്റെ നിഴലായി, അതിൻ്റെ പൊരുളായി സംഭവിക്കാൻ പോകുന്ന സഭയുടെ ഉൽപ്രാവണത്തിൽ സംഭവിച്ചു. പക്ഷെ അതിൻ്റെ ലിറ്ററൽ ഫുൾഫിൽമെന്റ് നടക്കുന്ന ദിവസമാണിത്. വായിച്ച താഴോട്ട്. എവിടെ നിന്നാണ് അവൻ പോയത്? അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. എവിടുന്നാ പോയത് കർത്താവ്? അവൻ ഒലിവുമലയിൽ നിന്നാ മേലോട്ട് പോയത്. അവൻ എവിടെന്ന് പോയോ അവിടേക്ക് തിരിച്ചു വരാൻ പോവുക. അതാണ് സെഖര്യാവിൻ്റെ പ്രവചനത്തിൻ്റെ ആ പ്രാധാന്യം അറിയേണ്ടത്. അവൻ ഒലിവുമലയിൽ നിന്ന് അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാല് ഒലിവുമലയിൽ ചവിട്ടി നിൽക്കുമ്പോഴാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയിൽ എല്ലായിടത്തും സകല സൃഷ്ടിയോടും എൻ്റെ സാക്ഷികളാകണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് നിന്ന് അവിടെ ചവിട്ടി നിന്നവൻ മേലോട്ടങ്ങ് പോയി. ഇവിടെ ഇതാ അതേ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിലേക്ക് അവൻ്റെ കാല് ചവിട്ടും. അവൻ്റെ കാല് ചവിട്ടുമ്പോൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഒലിവുമല. എന്താ സംഭവിക്കാൻ പോകുന്നത്? താഴോട്ട് വായിച്ചേ. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളരും. ഒരു പാതി അങ്ങോട്ട് പോകും. വായിച്ചേ. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒരു താഴ്വര ഉണ്ടാകും. ഈ മലയുടെ ഒരു പാതി തെക്കോട്ടും ഒരു പാതി വടക്കോട്ടും പോകും. വായിച്ച വേഗം. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മല രണ്ടായിട്ട് പിളരും. ദൈവമക്കളെ, ഒലിവുമല നമുക്കറിയാവുന്ന കാര്യമാ, പലയിടത്തും വായിച്ചും പറഞ്ഞും കേട്ടിട്ടുണ്ട്. അവൻ്റെ കാല് ചവിട്ടുവാൻ ഒലിവുമല റെഡിയായി കഴിഞ്ഞു. ഒലിവുമല റെഡിയാണെങ്കിൽ
എപ്പോൾ എപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാല് ചവിട്ടുവോ അപ്പം പിളരാനായിട്ട് അത് റെഡിയായിട്ട് നിൽക്കുക. ഒലിവുമല റെഡിയായിട്ട് നിൽക്കുക. അതിന് മുമ്പുള്ള സംഭവത്തിന് നാം റെഡിയാണോ? അതാണ് നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയം. യേശുവിൻ്റെ കാല്, അവൻ്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്ന മാത്രയിൽ ഒലിവുമല രണ്ടായിട്ട് പിളരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് ഇങ്ങനെ കാത്തിരിക്കുക. എന്നാണിത് സംഭവിക്കേണ്ടത്? എന്നാണ് ഞാൻ പൊട്ടിപ്പിളരേണ്ടത്? അവൻ്റെ കാലൊന്ന് ചവിട്ടണം. അപ്പോൾ ഇത് രണ്ടായിട്ട് പിളരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരു താഴ്വര വന്നു, വായിച്ചേ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ. സെഖര്യാവ് പ്രവചിക്കുമ്പോൾ സെഖര്യാവ് അവിടെ ഒരു റെഫറൻസ് പറയുന്നുണ്ട്. ഒരു ഭൂകമ്പം ആണ് അവിടെ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ ഈ ഉസിയാവിൻ്റെ കാലത്തുണ്ടായ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് അവിടെ നമുക്ക് വായിക്കാൻ കഴിയും. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ. ഉസിയ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ച ഭൂകമ്പം ഒരു ചരിത്ര സംഭവമാണ്. സെഖര്യാവ് മാത്രമല്ല അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആമോസും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂകമ്പം ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് എന്തിനാ? ദൈവവചനം പഠിക്കുന്നവർക്കറിയാം, ചില കാര്യങ്ങൾ ദൈവം റെഫർ ചെയ്യുന്നത് അതിനോട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുമ്പോൾ ചില ഇൻഫറൻസസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. കാരണം പുതിയ നിയമ എഴുത്തുകാരൊക്കെ അങ്ങനെ പഴയ നിയമത്തിലെ റെഫറൻസ് പറയുമ്പോൾ അവർ ഇൻഫർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അവൻ്റെ കാല് ചവിട്ടുമ്പോൾ ഒരു വലിയ ഭൂകമ്പമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഉസിയാവിൻ്റെ കാലത്ത് ഒരു ഭൂകമ്പമുണ്ടായപ്പോൾ പരിഭ്രാന്തരായി അവർ ഓടിപ്പോയതുപോലെ യേശു കർത്താവിൻ്റെ കാല് ഒലിവുമലയുടെ മേൽ ചവിട്ടുമ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാതെ വണ്ണമുള്ള ഒരു വലിയ ഭൂകമ്പമായിരിക്കാം ഒരു പക്ഷേ സംഭവിക്കുക. അതുകൊണ്ടാണ് ആയിരിക്കാം സെഖര്യാവ് ആ ഭൂകമ്പം ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതൊരു ഇൻഫറൻസ് മാത്രമാണ് കേട്ടോ, ഇൻ്റർപ്രിട്ടേഷൻ അല്ല, ഒരു ഇൻഫറൻസ് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അന്ന് പരിഭ്രാന്തരായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്നാണ് സെഖര്യാവ് പറഞ്ഞത്. ഇതെല്ലാം ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ലോക സംഭവങ്ങളെക്കുറിച്ച് വാർത്തകൾ കേൾക്കുമ്പോൾ ട്രംപ് എന്തോ പറഞ്ഞു, ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല നോക്കേണ്ടത്, പുസ്തകം എന്ത് പറയുന്നു എന്ന് നോക്കണം. പുസ്തകം എന്ത് പറയുന്നു, ദൈവാത്മാവ് എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാർ അതിനെക്കുറിച്ച് എന്തെഴുതിയിരിക്കുന്നു എന്ന് പരിശോധിച്ചിരുന്നാൽ നമുക്ക് ഒരുങ്ങി മുന്നോട്ട് പോകുവാൻ എളുപ്പമാണ്. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഒരു ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ അവൻ തന്നെയുള്ളോ? വായിച്ച താഴോട്ട്. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. ഓൾ സെയിൻസ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൂതന്മാർ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? വിശുദ്ധന്മാർ. ആരാണ് ഈ വിശുദ്ധന്മാർ? ചില നാളുകൾക്ക് മുമ്പ്, അല്പം മുമ്പ്, ഒരു ചെറിയ കാലഘട്ടം മുമ്പ് ആ കാഹളം ധ്വനിക്കുമ്പോൾ അവനോടുകൂടെ ആകാശമേഘത്തിൽ എടുക്കപ്പെട്ട ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അവരോടൊന്നിച്ചാ കർത്താവ് വരാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ കാണുമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ സകല വിശുദ്ധന്മാരുമായി അവൻ ഒലിവുമലയിലേക്ക് വരുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും അവിടേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുങ്ങിക്കോണം. കാഹളം ധ്വനിക്കുമ്പോൾ അങ്ങോട്ട് പൊക്കോണം. അവിടെ പോകാനുള്ളവരെ അവൻ നേരത്തെ അങ്ങ് വിളിക്കും. അവനോടുകൂടെ യെരുശലേമിൽ ഒലിവുമലയിൽ ഇറങ്ങാൻ ഉള്ള ഗ്രൂപ്പുണ്ടല്ലോ, ആ ടീം, അതിനെ നേരത്തെ വിളിച്ച് അവൻ ഒരുക്കി. കുറച്ച് വർഷങ്ങളായിട്ട് അവനിങ്ങനെ ഒരുക്കി നിർത്തുക. ആ കൂട്ടത്തിൽ എൻ്റെ പേരും നിങ്ങളുടെ പേരും ഉണ്ടായിരിക്കണം. അവനോട് കൂടെ വിശുദ്ധൻ, സകല വിശുദ്ധന്മാരോടും കൂടെ, വിത്ത് ഓൾ ഹിസ് സെയിൻസ്. പഴയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, രൂപാന്തരം പ്രാപിച്ച് ആമേൻ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ, ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് എടുക്കപ്പെട്ട വിശുദ്ധന്മാർ, അവൻ്റെ സകല വിശുദ്ധന്മാരും അവനോടുകൂടെ അവിടെ പ്രത്യക്ഷപ്പെടും. സെയിൻറ്റ് എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് അവൻ്റെ രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പും അവൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും പ്രാപിച്ച വിശുദ്ധന്മാരെ കുറിച്ചാണ് നാം പ്രത്യേകമായിട്ട് ഗ്രഹിക്കുക. അതാണ് നമുക്ക് ബാധകമായിട്ടുള്ള വിഷയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. അന്നാളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ആർ യു റെഡി? ആർ വി റെഡി? ഒലിവുമല റെഡിയാണ്. നമ്മൾ റെഡിയാണോ? നാം ഈ നാളുകളിൽ ഗൗരവത്തോടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെയും
നമ്മുടെ അകവും പുറവുമുള്ള വിഷയങ്ങളെ ദൈവം ഭാഗെ ഒരുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ചെറിയ കാലഘട്ടമാണ്. അതിൻ്റെ ലക്ഷണങ്ങളും സൂചനകളും വാർത്തകളും കേൾക്കുമ്പോൾ ഒരുക്കം കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കും. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം, മുന്നോട്ട് പോകാം. 6-7 വാക്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അന്നാളിൽ. പഠിക്കുന്നവർ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നവർ ശ്രദ്ധിച്ചോണം. അന്നാളിൽ, ഇൻ ദ ഡേ എന്ത് സംഭവിക്കും? 6-ാം വാക്യം. അന്നാളിൽ രണ്ടാമത് പറഞ്ഞിരിക്കുക അന്നാളിൽ. ഈ പ്രവചനം സെഖര്യാവ് പറയുമ്പോൾ സെഖര്യാവ് ഇങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ തോന്നുന്നു ആ അടുക്കേണ്ട ചിട്ടയില്ലാതെ പറഞ്ഞു. അങ്ങനെയല്ല, അടുക്കോടെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ അടുക്ക് മനസ്സിലാകണമെന്നുള്ളതേ ഉള്ളൂ. അന്നാളിൽ ആദ്യത്തെ ഒരു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ സെറ്റ് കാര്യങ്ങൾ അന്നാളിൽ സംഭവിക്കുന്നത് വെളിച്ചം ഉണ്ടാകയില്ല. നോ ലൈറ്റ് ഓർ ഓൾ സോഴ്സസ് ഓഫ് ലൈറ്റ് വിൽ ബി വിത്ഡ്രോൺ, വിൽ ഡിസപ്പിയർ. വെളിച്ചത്തിൻ്റെ എല്ലാ ഉറവിടങ്ങളും എടുത്തു മാറ്റപ്പെടും. വായിച്ചേ. ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. ജ്യോതിർഗോളങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം പുറപ്പെടുവിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും മറഞ്ഞു പോകും, മാഞ്ഞു പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. ആ ദിവസം കർത്താവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് അവന്റെ കാല് ചവിട്ടാൻ പോകുന്നതെന്നുള്ളത്. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അവിടെ സൂര്യൻ ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും എന്നൊക്കെ സുവിശേഷങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെ നമ്മൾ തുടർമാനമായിട്ട് ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ സെഖര്യാവ് പറയുന്നത്. എല്ലാ വെളിച്ചത്തിൻ്റെ ഉറവിടങ്ങളും മറഞ്ഞു പോകും. ഇന്ന് ഈ വെളിച്ചമുണ്ടാക്കുന്ന കഴിഞ്ഞ മാസവും നമ്മൾ ഓർത്തല്ലോ, വെളിച്ചം നൽകുന്ന ഒരുപാട് സോഴ്സസ് ഉണ്ട്, അതെല്ലാം മറഞ്ഞു പോകും. പിന്നെ എന്താ സംഭവിക്കുന്നത്? 2 പഴയ നിയമ പ്രവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ പൂർത്തീകരണമാണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാം വാക്യം. ഐസയ്യാ ചാപ്റ്റർ 30 ആൻഡ് വേഴ്സ് 26. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. നോക്കണം, അത് പകലുമല്ല രാത്രിയല്ല, സന്ധ്യയ്ക്കോ പ്രകാശമായി തീരുമെന്ന് എഴുതിയിരിക്കുന്നത്. ചന്ദ്രന്റെ പ്രകാശം ചന്ദ്രൻ ഉദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന പോലെ ഇരിക്കും. സൂര്യന്റെ പ്രകാശം ഏതുപോലെ ഇരിക്കും? സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ ഇരിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം. 7 പകലിൻ്റെ പ്രകാശം പോലെ സൂര്യൻ്റെ പ്രകാശമായി മാറാൻ പോകുന്ന ലോകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പ്രതിഭാസങ്ങളാണ് അവൻ്റെ കാല് ഒരുമലയിൽ ചവിട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇത് പ്രവചനത്തിൻ്റെ നിവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. നാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. അതൊക്കെ ആ കൂട്ടത്തിൽ കർത്താവിനോട് കൂടെ അവിടെ ഇറങ്ങാൻ ഭാഗ്യം ലഭിച്ചാൽ ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. വായിക്കാം മുന്നോട്ട്. 60-ാം അധ്യായം യെശയ്യാ പ്രവചനം, രണ്ടാമതൊരു ഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഐസയ്യാ ചാപ്റ്റർ 60, 19 and 20. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല. നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശം, നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. ഇതിന്റെ ഈ 2 വചനഭാഗങ്ങൾ യെശയ്യാവ് പ്രവചിച്ച ഈ 2 സംഭവങ്ങളുടെ നിവൃത്തി അവിടെ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ഇസ്രായേൽ അതുവരെ കാണാത്ത പ്രതിഭാസം, ലോകം മുഴുവനും ഇരുട്ടിൽ മുങ്ങുമ്പോൾ ഇസ്രായേൽ ഈ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രകാശം അവർ കാണാനായിട്ട് പോകുകയാണ്. ദൈവമക്കളെ, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം. 3-ാമത്തെ വിഷയത്തിലേക്ക് പോകാം. വേഗത്തിൽ മുന്നോട്ട് പോകാം. 7 കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് അല്പ സ്പീഡിൽ പോയെങ്കിലേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുകയുള്ളൂ. 8-ാമത്തെ വാക്യം, 3-ാമത്തെ അന്നാളിൽ. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന്. അന്നാളിൽ 3-ാമത്തെ കാര്യം, സെറ്റ് കാര്യങ്ങൾ അവിടെ പറയുകയാണ്. യെരൂശലേമിൽ ആ ദൈവാലയത്തിൻ്റെ പണി നടന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. അവിടെയാണ് അവൻ രാജാവായിട്ട് വാഴാൻ പോകുന്നത്. അവിടെ എതിർ ക്രിസ്തു തന്നെത്താൻ രാജാവാക്കാൻ ശ്രമിക്കുന്ന, ദൈവമാക്കാൻ ശ്രമിക്കുന്നവൻ, ഇവൻ യേശു കർത്താവിൻ്റെ ആ മൂക്കിലെ ശ്വാസത്താൽ അവനെ ഇല്ലാതെയാക്കി കളയണം. അവിടെ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജീവജലത്തിന്റെ നദി. വായിച്ചേ. ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ഈ വെള്ളം പുറപ്പെടുന്നത് യെരൂശലേമിൽ എവിടെന്നാ പുറപ്പെടുന്നതെന്ന് അറിയണമെങ്കിൽ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. യെരൂശലേമിൽ പണിയപ്പെടാൻ പോകുന്ന ദേവാലയം, അതിൻ്റെ എസെക്കിയേൽ കണ്ടൊരു ദേവാലയമുണ്ട്.
അതിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന്, അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ, 47-ാം അധ്യായം എസെക്കിയേൽ 47, അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ, ചില ഭാഗങ്ങളൊന്നും വായിച്ചാൽ മതി. 1 മുതൽ 12 വരെ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ അതും ഇതും ഒരേ കാര്യമാണ് പറയുന്നത്. വായിച്ചേ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നു. അതിൻ്റെ ഒരു പാതി കിഴക്കേ കടലിലേക്കാണ് പോകുന്നത്, ദ ഈസ്റ്റേൺ സീ. ആ കിഴക്കേ കടൽ എന്ന് പറയുന്നത് ചാവുകടലാണ്, ഡെഡ് സീ ആണ്. ഈ ചാവുകടലിൻ്റെ പ്രത്യേകത ജീവനുള്ളതിന് സർവൈവ് ചെയ്യാൻ പറ്റാത്തതാണത്. അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. സോദോം പട്ടണത്തെ നശിപ്പിച്ച് അതിൻ്റെ ഗന്ധകമെല്ലാം ഉരുകി ഇറങ്ങിയിരിക്കുന്ന ആ ചാവുകടൽ, ഡെഡ് സീ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം നോ ലൈഫ് ക്യാൻ എക്സിസ്റ്റ് ദെയർ. ആ ചാവുകടലിൽ ഈ ജീവജലം ചെന്നിറങ്ങുന്നതിൻ്റെ ഒരു സൂചന, ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനെ എല്ലാം ജീവിപ്പിക്കും. അതാണ് എസെക്കിയേലോടെ പറയുന്ന ആ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം എന്തുണ്ടാകും? ജീവനുണ്ടാകും. ദൈവമക്കളെ, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നമ്മിലേക്ക് തന്നിട്ട് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ മാത്രം വസിക്കാനുള്ളതല്ല, അത് നമ്മിൽ നിന്ന് ഈ നദി പോലെ ഒഴുകി ജീവനില്ലാത്ത ഒരുപാട് പേരെ ജീവനിലേക്ക് നടത്തണം. അതിനാ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നമുക്ക് സഭയ്ക്കകത്ത് വന്ന് അന്യഭാഷ പറയാൻ എളുപ്പമാണ്, പ്രവചിക്കാൻ എളുപ്പമാണ്. പക്ഷേ പുറത്തേക്ക് ഈ നദി ഒന്ന് ഒഴുകി ചെല്ലണം. അനേക ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. ഒരു ചാവ് കടലിലോട്ട് ഇതൊന്ന് ഒഴുകി ചെല്ലണം. ഈ ലോകം മുഴുവൻ ഈ ചാവ് കടൽ പോലെ കിടക്കുക, ഇന്നത്തെ അവസ്ഥ പറയുക. എന്നിൽ നിന്ന് ഈ നദി ഒന്ന് ഒഴുകണം, നിങ്ങളിൽ നിന്ന് ഈ നദി പുറത്തേക്ക് ഒഴുകണം. ഈ ദിവസങ്ങൾ നമുക്ക് ആഗ്രഹിക്കാൻ, കർത്താവേ 2026 എന്നിൽ നിന്ന് ഈ ജീവൻ നദി ചെന്ന് ചിലർക്ക് ജീവൻ കൊടുക്കണം, ചിലർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ജീവൻ കൊടുക്കാൻ ഇടയാകണമേ. നമ്മൾ ആഗ്രഹിക്കാം. യെരൂശലേമിൽ ദേവാലയം അതിൻ്റെ സിംബോളിക്കായിട്ട് കാണുകയാണ്. ഇവിടെ പ്രവാചകൻ കാണുന്ന ഉമ്മരപ്പടയുടെ കീഴിൽ നിന്നൊരു നദി പുറപ്പെടുകയാണ്. അത് കിഴക്കോട്ടൊഴുകുന്നു. ചാവുകടലിൽ എല്ലാം അത് ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ജീവനുണ്ടാകുന്നു. വായിച്ച് തിരിച്ചു വരാം, സെക്കറിയ പ്രവചനത്തിൽ തിരിച്ചു വരാം. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഒരു പാതി കിഴക്കേ കടലിലും മറ്റേ പാതി പടിഞ്ഞാറേ കടലിലും. അത് മെഡിറ്ററേനിയൻ കടലാണ് ആ പടിഞ്ഞാറേ കടൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഭാഗത്തേക്കും ജാതികളുടെ ഇടയിലേക്ക്, ജീവനില്ലാത്ത മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ജീവജലത്തിൻ്റെ നദി ആണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം. ഇത് എസെക്കിയേൽ പ്രവചിച്ചതും സെഖര്യാവ് പ്രവചിച്ചതും നാം കാണുന്ന തിരുവെഴുത്തിൽ വെളിപ്പാട് പുസ്തകം അവസാനം വായിക്കുമ്പോൾ നിത്യതയിൽ ദൈവസിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ കാര്യത്തിൻ്റെ വിവിധ ചിത്രങ്ങളാണ് എന്ന് മാത്രം നാം ഗ്രഹിച്ചുകൊണ്ട് ഇത് പഠിക്കാം. മുന്നോട്ട് പോകാം, വായിച്ചോ. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും. അതാണ് എസെക്കിയേൽ പറയുന്നത്. 12 മാസവും ഫലം കായ്ക്കത്തക്കവണ്ണം ഈ നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കരയിൽ ഇരുകരയിലുമുള്ള വൃക്ഷങ്ങൾ ആണ്ടിൻ്റെ 12 മാസവും ഫലം കായ്ക്കും. കാരണം ഈ വെള്ളം വറ്റുന്ന പരിപാടിയില്ലല്ലോ. ഇതിങ്ങനെ ജീവൻ കൊടുക്കുന്ന നദി ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, ഈ ജീവജല നദി എന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ, നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ദൈവസഭയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് നമുക്കും ആ ജീവൻ തരണം. 12 മാസവും കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. നമ്മൾ ഉപവാസ പ്രാർത്ഥനയുള്ള മാസങ്ങളിൽ മാത്രം ഫലം കായ്ച്ചാൽ പോരാ, കോമൺ മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ഫലം കായ്ച്ചാൽ പോരാ. ഈ 12 മാസവും ഫലം കായ്ച്ചു കൊണ്ടിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഒരു ഭാരമില്ലെങ്കിൽ, ഒരു ഈച്ച പോലും കർത്താവിലേക്ക് നടത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ നദി നമ്മിൽ നിന്ന് ഒഴുകുന്നില്ല. ഈ നദി നമ്മിൽ നിന്ന് ഒഴുകുന്നില്ല. അത് ചിലരിലേക്കൊന്ന് ഒഴുകി ചെന്നാൽ, അതവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, അവരുടെ വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിക്കുമ്പോൾ അവരിൽ ജീവൻ വ്യാപരിക്കാനായിട്ട് കാരണമായി തീരും. ഫലം കായ്ക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. 12 മാസവും ഫലം കായ്ക്കും. വായിച്ചതായിട്ട്, യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ മതി. അടുത്ത അന്നാളിൽ 9-ാം വാക്യത്തിലേക്ക് വരികയാണ്. 4-ാമത്തെ അന്നാളിൽ. അപ്പോൾ 3 അന്നാളിൽ നമ്മൾ കണ്ടു. ആദ്യത്തെ അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും, അപ്പോൾ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ. 2-ാമത്തെ അന്നാളിൽ പറഞ്ഞിരിക്കുന്നത് വെളിച്ചം ഇരുണ്ടു പോകും, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും. ദൈവത്തിൻ്റെ ഒരത്ഭുത പ്രകാശം അവിടെ പ്രകാശിക്കുന്ന 2-ാമത്തെ സംഭവം. 3-ാമത്തേത് യെരൂശലേമിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജലത്തിൻ്റെ നദികൾ, ചാവുകടലിനെ പോലും ജീവിപ്പിക്കുന്ന, ഏത് നമ്മൾ പാട്ടൊക്കെ പാടുമല്ലോ, ചലിക്കുന്ന
എല്ലാ പ്രാണികളും ജീവനുണ്ടായി ചലിക്കത്തക്കവണ്ണം, ജീവൻ പ്രാപിക്കത്തക്കവണ്ണം ആമേൻ ഒരു ജീവജലത്തിന് നദികൾ ഒഴുകുന്ന ഒരു അനുഭവം 4-ാമത്തെ അന്നാളിൽ പറയുകയാണ്. വായിച്ചു 9-ാം വാക്യം. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ആ ദൈവം ഏകൻ, ദ ലോർഡ് ഈസ് വൺ. അത് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിൽ ഇസ്രായേലിന് 10 കൽപ്പന കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്തിരിക്കുന്ന, അവർക്ക് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന 1-ാമത്തെ കൽപ്പനയിൽ വരുന്ന ഒരു വിഷയമാണിത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ഡ്യൂട്രോണോമി ചാപ്റ്റർ 6 and verse 4. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇസ്രായേലേ കേൾക്ക, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ നിന്റെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? The Lord is one. There is only one God. ഒറ്റ ദൈവമേ ഉള്ളൂ, ഏക ദൈവമേ ഉള്ളൂ. ആ ദൈവം കർത്താവാ. ഭൂമി അത് അംഗീകരിക്കുന്നത്, ജനം അത് മനസ്സിലാക്കുന്നത്, ലോകം അത് അംഗീകരിക്കും. ഇസ്രായേൽ ഉൾപ്പെടെ സകല മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുകയാണ്. യഹോവ ഏകൻ തന്നെ എന്നുള്ള ആദ്യ കൽപ്പനയുടെ ഒരു കംപ്ലീറ്റ് ഫുൾഫിൽമെൻ്റ് ആണ് അന്ന് അവിടെ നടക്കാനായിട്ട് പോകുന്നത്. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുന്നതായ നാമം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല എന്നുള്ള ആ അൾട്ടിമേറ്റ് സദ്വർത്തമാനം, ദൈവത്തിൻ്റെ ആ വചനം ഭൂമണ്ഡലമാകമാനം ഒരുപോലെ അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു സമയമായിട്ട് വരാൻ പോകുകയാണ്. അന്നാളിൽ യഹോവ ഏകനായിരിക്കും. ഒരേ ഒരു കർത്താവ്, ഒരേ ഒരു ദൈവം, അവൻ മാത്രമാണ് രാജാവ്. ദൈവമക്കളെ, ആ ദിവസം വരാനായിട്ട് പോവുകയാണ്. ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ ലോകത്ത് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ കർത്താവിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഈ ഉപദേശം തന്നെ ഇല്ലാതെയാക്കണം എന്നുള്ള പ്രവർത്തനമെല്ലാം മനുഷ്യർ ചെയ്യുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അൾട്ടിമേറ്റായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് വേഗത്തിൽ ഭൂമണ്ഡലത്തിൽ സ്ഥാപിക്കപ്പെടാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനെ എതിർക്കുന്ന, ദൈവജനത്തിൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? 12-ാം വാക്യം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും, നേരത്തെ നമ്മൾ കണ്ടല്ലോ, സകല ജാതികളും യെരൂശലേമിനെതിരെ യുദ്ധത്തിന് വരും. എന്നാൽ ഇവിടെ പറയുകയാണ്, അങ്ങനെ യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന ജാതികൾക്ക് എന്ത് സംഭവിക്കും? യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. വായിച്ചോ. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ചീഞ്ഞ് അഴുകിപ്പോകും എന്ന വാക്ക് ആവർത്തിക്കുക. കൺസ്യൂം ചെയ്തു പോകും, വെന്തു പോകും. അവരുടെ ശരീരം, അവരുടെ മാംസം, അവരുടെ കണ്ണ്, അവരുടെ നാവ്, ഇതെല്ലാം ചീഞ്ഞഴുകുകയാണ്. അവരൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വണ്ണം. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു ആണവ യുദ്ധമുണ്ടായാൽ സംഭവിക്കുന്ന ആണവ വികിരണങ്ങളാണോ, ന്യൂക്ലിയർ റേഡിയേഷൻസ് ആണോ? ഒരു ബയോളജിക്കൽ വാർ ഉണ്ടായാൽ സംഭവിക്കുന്ന ആക്രമണമാണോ? എന്താണ് എന്ന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ നിവർത്തിയില്ല. പക്ഷേ സംതിങ് സിവിയർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കാൻ പോകുന്നു എന്ന് തോൽവിയുടെ വക്കിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ യെരൂശലേമിന് കിഴക്ക് ഒലിവുമലയിൽ യേശു കർത്താവിൻ്റെ കാല് ചവിട്ടുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല രാജ്യങ്ങൾക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. ഈ നാവും വർക്ക് ചെയ്യുന്നില്ല, കണ്ണും വർക്ക് ചെയ്യുന്നില്ല, മാംസവും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം അഴുകിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആയുധങ്ങൾക്ക് ഇന്നൊരു മിസൈൽ അയച്ചാൽ അപ്പുറത്തുനിന്ന് വേറൊന്ന് അയച്ച് അതിനെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതെയാക്കി കളയും. എല്ലാവരും ഇപ്പം യുദ്ധം ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒന്നയക്കും, അവിടെ നിന്ന് അയക്കും. ആകാശത്ത് വെച്ച് എല്ലാം വെടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ജയിച്ചെന്നും പറഞ്ഞ് രണ്ട് കൂട്ടരും ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ആകാശത്ത് വെച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. മനുഷ്യൻ്റെ യാതൊരു ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ആക്രമണമാണ് അന്നുണ്ടാകാനായിട്ട് പോകുന്നത് ശത്രു രാജ്യങ്ങളുടെ മേൽ. ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരുന്നോ, വായിച്ച് പഠിക്കാൻ കൊള്ളാം. ഇതൊക്കെ കർത്താവിനോടുകൂടെ അവിടെ നിന്ന് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. വേഗത്തിൽ ഒരുങ്ങിക്കോണം. സംഭവഗതികൾ വേഗത്തിൽ മാറാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ
നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഈ വിലവർദ്ധനവൊക്കെ ഉണ്ടാവും, പക്ഷേ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എണ്ണയാണ് വിലപേശിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കേടുവരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളം. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളം. ഇവിടെ എഴുതിയിരിക്കുന്നത് ആ അവസാന യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, ചീഞ്ഞഴുകി പോകുന്ന ഒരു പ്രവൃത്തി. 5-ാമത്തെ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ടൊരു ആണവയുദ്ധം ലോകം ഭയപ്പെടുന്നൊരു യുദ്ധമാണോ, അതോ ഇതുവരെ തുറന്നു വിട്ടിട്ടില്ലാത്ത വണ്ണം ഒരു കൊറോണ സംഭവിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഇതുവരെ തുറന്നു വിട്ടിട്ടില്ലാത്ത വൈറസുകളെ രാജ്യങ്ങൾ തുറന്നു വിടുമോ? മനുഷ്യ ശരീരങ്ങളെയും കണ്ണിനെയും നാക്കിനെയും ഒക്കെ അഴുക്കി കളയുന്ന, കൺസ്യൂം ചെയ്ത് കളയുന്ന, ആ പ്രവർത്തനരഹിതമാക്കി കളയുന്ന ആക്രമണം ഉണ്ടാകുമോ? നമുക്കറിയില്ല. വളരെ പ്രാർത്ഥന. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എങ്ങാനും ഇവിടെ പെട്ടുപോയാൽ മാസ്ക് കെട്ടിക്കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. ഓർത്തോണം, അന്നിവിടെ പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചോണം. അതിന് മുമ്പേ പോകാൻ ഒരുങ്ങിക്കോണം. കയ്യിലിരിപ്പുകളൊക്കെ വിട്ട് കളഞ്ഞ് നേരെ ചൊവ്വേ ജീവിച്ചോണം, പച്ച മലയാളത്തിൽ പറഞ്ഞ. ഇല്ലെങ്കിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് വരാനായിട്ട് പോകുന്നത്. 13-ാം വാക്യം, 5-ാമത്തെ കാര്യം. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വലിയ പരവേശമാണ് ആളുകൾക്ക്. ദൈവം തന്നെ ആളുകൾക്കൊരു പരിഭ്രാന്തി അയക്കും. പഴയ നിയമത്തിലെ പല യുദ്ധങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവം ശത്രുക്കൾക്ക് പരിഭ്രാന്തി അയച്ചത് നമ്മൾ കാണുന്നുണ്ട്. അവർ ഭയപ്പെട്ട് ആ പരിഭ്രാന്തി ഉള്ളിൽ കയറിയിട്ട് അവർ തമ്മിലടിച്ച് തീർന്നു പോയതും ഓടി രക്ഷപ്പെട്ടു പോയതുമായ സംഭവങ്ങളൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. അതുപോലെ അവൻ്റെ കാൽ യെരൂശലേമിൽ ഒലിവുമലയിൽ ചവിട്ടിക്കഴിഞ്ഞു. ഒരു വലിയ പരാഭവം, ഒരു വലിയ പരാക്രമം, ഒരു പരവേശം മനുഷ്യരിലേക്ക് വരികയാണ്. സകല ജനതകളിലേക്കും വരികയാണ്. പാനിക് ആകുകയാണ്. ഗ്രേറ്റ് പാനിക് ഫ്രം ദ ലോർഡ്. കർത്താവിൻ്റെ ജനത്തിന് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഇസ്രായേലിനെതിരായിട്ട് യുദ്ധത്തിന് വരുന്ന സകല മനുഷ്യർക്കും ഈ ഒരു വലിയ ഭയമാണ്. പരാഭവം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ഭയം ഉണ്ടാകും. വായിച്ചേ. അവർ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരൻ്റെ കൈ പിടിക്കും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അതിൻ്റെ ഒരു തുടക്കം ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം കൂടെ വായിച്ചേ. ഓരോരുത്തൻ താന്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് അല്ലേ, കൂട്ടുകാരൻ്റെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. ഒരു കൈ കൊണ്ട് കൈ പിടിക്കും, എന്നിട്ട് പറയും മൈ ഫ്രണ്ട്. മറ്റേ കൈ കൊണ്ട് അടിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ, ലോകത്ത് സംഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഒരു കൈ കൊണ്ട് പറയും വളരെ എൻ്റെ സ്നേഹിതനാണെന്ന് പറയും, മറ്റേ കൈ കൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്യും. ഇതാണ് ലോകത്തിൽ അവർ തമ്മിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ആ പരാഭവം. അതിൻ്റെ ആരംഭം ലോകത്തിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയും കാലം ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. സെക്കറിയാവ് പ്രവചിച്ചിരിക്കുന്നതിൻ്റെ നിവൃത്തിയിലേക്ക് കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ആ കാഹളപ്പെരുന്നാളാണ് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം. അതിനുവേണ്ടി ഒരുങ്ങിക്കോണം. വായിച്ചാൽ മുന്നോട്ട്. യഹൂദായും യെരൂശലേമിൽ വച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. വലിയ കൊള്ളയാണ് അവിടെ നടക്കുന്നത്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു ചേർന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സകല ജാതികളുടെയും ധനം, അവരുടെ റിച്ചസ്, അതിലെഴുതിയിരിക്കുന്ന പൊന്ന്, വെള്ളി, വസ്ത്രം, ഇതെല്ലാം കളക്ട് ചെയ്യപ്പെടുന്നത് ഒരു സംഭവമാണ്. ഈ റിസോഴ്സസ് എല്ലാം അവിടെ എഴുതിയിരിക്കുന്ന പൊന്നാണോ വെള്ളിയാണോ എന്നുള്ളതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ പോകേണ്ട. ഓൾ റിസോഴ്സസ് വിൽ ബി ബ്രോട്ട് ടു ജെറൂസലേം. ഇസ്രായേല് അതിനെ ദരിദ്രമാക്കി ഇല്ലാതെയാക്കാനാണ് ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ലോകത്തെ മറ്റു രാജ്യങ്ങളെയെല്ലാം കൊള്ളയടിക്കുന്ന അവരുടെ എല്ലാ റിസോഴ്സസിനെയും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കയ്യിൽ ദൈവം കൊടുക്കുന്ന ഒരു ചെറിയ കാലഘട്ടമാണ് നമ്മളിവിടെ വായിക്കാനായിട്ട് പോകുന്നത്. വായിച്ചേ. അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ചില മൃഗങ്ങളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ മൃഗങ്ങൾക്കും ബാധയില്ല. എന്തൊക്കെയാ മൃഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്? കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത. ഈ മൃഗങ്ങൾക്ക് 4 മൃഗങ്ങളുടെ പേരല്ലേ പറഞ്ഞേക്കുന്നത്. ഈ മൃഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വായിക്കുന്നവർ അത് ഗ്രഹിച്ചു കൊള്ളണം. പഴയ കാലത്ത് വാഹന മൃഗങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന മൃഗങ്ങളാണ്. മനുഷ്യരെയും വസ്തുവകകളെയും സാധനങ്ങളെയും ചുമന്നുകൊണ്ട്
ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്ന അതിനുപയോഗിച്ചു കൊണ്ടിരുന്ന മൃഗങ്ങളാണ് കുതിര, കഴുത, കോവർ കഴുത, ഒട്ടകം. ഈ ഒട്ടകപ്പുറത്തൊക്കെ വലിയ ലോഡ് കയറ്റിയാണ് പോകുന്നത്. ഈ സെഖര്യാവ് ഇന്നായിരുന്നു പ്രവചിച്ചിരുന്നതെങ്കിൽ ബാധിക്കപ്പെടാൻ പോകുന്ന കാര്യമാണ്. ഇന്നേ അത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ലോകത്തെ മൊബിലിറ്റിയെ ബാധിക്കാൻ പോകുകയാണ്. മനുഷ്യരെയും ചരക്കുകളെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഇന്നത്തെ മാധ്യമങ്ങൾ, ഇന്ന് കുതിരയല്ല, കഴുതയല്ല, കോവർ കഴുതയല്ല, ഇന്ന് ഓട്ടോമൊബൈൽസ്, ലോക്കോമോട്ടീവ്സ്, എയ്റോപ്ലെയിൻസ്, ഇതിനെയെല്ലാം ബാധിക്കാൻ പോകുകയാണ്. ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയൊക്കെ ബാധിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് വാഹന ഗതാഗതത്തെ ബാധിക്കും എന്ന് വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അവൻ്റെ കാൽ യെരൂശലേമിൽ ചവിട്ടും. ലോകത്തിൽ അതിൻ്റെ കൾമിനേഷനിലേക്ക് പോകുകയാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് ലോകത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവജനമേ, ഈ മുന്നറിയിപ്പ് ഗൗരവത്തോടെ എടുക്കുന്നവർ രക്ഷപ്പെടും. മര്യാദയ്ക്ക് നേരെ ചൊവ്വേ കർത്താവിന് മുമ്പാകെ നമുക്ക് ജീവിക്കാനുള്ള സമയം ഇപ്പോഴാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. ക്യൂ നിന്നാൽ പെട്രോൾ കിട്ടാത്ത സമയം വരും, ഡീസൽ കിട്ടാത്ത സമയം വരും. വാഹന ഗതാഗതത്തെ ബാധിക്കും, ചരക്ക് മൂവ്മെൻറ്റ്സിനെ ബാധിക്കും. സാധനങ്ങളുടെ വില കയറിയിട്ട് കയ്യിലുള്ള പൈസ മുഴുവനും കൊടുത്താലും ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ നിവൃത്തിയില്ലാത്ത കാലം വരും. ഇതൊക്കെ ആ മഹോപദ്രവകാലത്ത് സംഭവിക്കാൻ പോകുന്നത്. സെഖര്യാവ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യെരൂശലേമിൽ ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാം പൂർത്തീകരിക്കപ്പെടാനായിട്ടുണ്ട്. അതിൻ്റെ ഫുൾഫിൽമെൻ്റാണ് നടക്കാനായിട്ട് പോകുന്നത്. അഞ്ചാമത്തെ കാര്യം തന്നെ ചില കാര്യങ്ങളുണ്ട്. 16 തുടങ്ങി 19 വരെ. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഈ വാഹന ഗതാഗതത്തെ ബാധിച്ചു കഴിയുമ്പോൾ മനുഷ്യന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെയായി പോകും. യുദ്ധത്തിൻ്റെ നടുക്കുന്ന എന്തെങ്കിലും ഇന്ന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ രാജ്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെട്ടു പോകാൻ ഒരു നിവൃത്തിയില്ല, ഒരു സാഹചര്യമില്ല. ഇതിനെല്ലാം ബാധിച്ചു കഴിഞ്ഞു. എല്ലാം ഗ്രൗണ്ടഡാണ്. അനങ്ങാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായി കഴിഞ്ഞു. മഹോപദ്രവകാലത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചത് വായിച്ചേ മഹാരാജ 16 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ആ കാലഘട്ടം തുടർന്ന് അങ്ങോട്ട് നടക്കാനായിട്ട് പോകുകയാണ്. ഈ മഹോദരത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ കാല യെരൂശലേമിൽ വിശുദ്ധന്മാരോടുകൂടെ പ്രത്യക്ഷനായി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് യെരൂശലേമിലെ ദേവാലയവും അവിടെ ഇരുന്ന് വാഴുന്ന കർത്താവും 1000 ആണ്ട് വാഴ്ചയുടെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആണ്ടുതോറും ഒരു കൂടാരപ്പെരുന്നാൾ. ഇവിടെ യെരൂശലേമിൽ നടക്കുന്ന ആ ഉത്സവങ്ങളുടെ അവരുടെ പെസഹ തുടങ്ങി, പെസഹ പുളിപ്പില്ലാത്ത അല്പം, കൊയ്ത്തിൻ്റെ ഉത്സവം, ഇങ്ങനെ തുടങ്ങിയുള്ള ഉത്സവങ്ങളുടെ കാര്യം ഒന്നും ഇവിടെ പറയുന്നില്ല. അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയപ്പെട്ടിരുന്നത്. പിന്നെ ഇനി നടക്കാൻ കാഹളപ്പെരുന്നാളും കഴിഞ്ഞു. ഇനി നടക്കാനുള്ള പൂർത്തിയാക്കപ്പെടാനുള്ള ഒരു ഉത്സവമുണ്ട്, കൂടാരപ്പെരുന്നാൾ. അതാണ് ആ സഹസ്രാബ്ദ വാഴ്ച. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനോട് കൂടെ വസിക്കുന്ന ആ കൂടാരപ്പെരുന്നാൾ. ആ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മിസ്രൈം ദേശത്ത് ഒരു അന്യദേശത്ത് പാർത്തു, നിങ്ങൾ മരുഭൂമിയിൽ ചെന്ന് കൂടാരങ്ങളിൽ പാർത്തു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ കൂടാരപ്പെരുന്നാൾ ആചരിക്കണം. ആ കൂടാരപ്പെരുന്നാൾ ഇസ്രായേലിന് ആ കഴിഞ്ഞ കാല മരുഭൂമി യാത്രയുടെ ഓർമ്മയായിരുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ നിവൃത്തി നാമാണ് അനുഭവിക്കാൻ പോകുന്നത്. അവനോടുകൂടെ നാം പാർക്കുന്നതായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള വാഴ്ച. ആണ്ടുതോറും ഈ കൂടാരപ്പെരുന്നാൾ, അതിനായിട്ട് മറ്റ് ജാതികൾ പോലും വരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഒന്ന് കാണാൻ, മനസ്സിലാക്കുവാൻ, അറിയുവാൻ. കാരണം കർത്താവ് രാജാവായിട്ട് വാഴുകയാണ്. അപ്പോൾ വരാത്തവൻ എന്ത് സംഭവിക്കും? വായിച്ചേ. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയും ഉണ്ടാകത്തില്ല. ഈ ഭൂമിയിൽ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും വിളയിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അന്നാളിൽ അവൻ്റെ നാമം ഏകമാണ്. ദ ലോർഡ് ഈസ് വൺ. സകല രാജ്യങ്ങൾക്കും സകല ജനതകൾക്കും അറിയാം യെരൂശലേമിൽ വാഴുന്ന യേശുവാണ് ഏക രക്ഷിതാവും ഏക ദൈവവും ഏക കർത്താവും. ലോകം മുഴുവൻ അത് അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടം വരാനായിട്ട് പോകുക. ഇതൊക്കെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നാം ഈ നാളുകളിൽ വളരെ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഒരുക്കി
കാത്തിരിക്കണം, സൂക്ഷിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നതായ കാര്യം. ആറാമത്തെ കാര്യം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ സൂചന പോലെ പറഞ്ഞു പോവുകയാണ്. വീട്ടിൽ ചെന്ന് ഈ അധ്യായം നല്ലതുപോലെ വായിച്ച് ഈ ഓരോ അന്നാളിലും അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പല റെഫറൻസസ് പല ഭാഗങ്ങളിൽ കാണും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് വീട്ടിൽ ചെന്നിരുന്ന് വായിക്കുമ്പോൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. 20-ാം വാക്യം, അടുത്ത അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. ഹോളി അൺടു ദ ലോർഡ്, ഹോളിനെസ് അൺടു ദ ലോർഡ്. യഹോവയ്ക്ക് വിശുദ്ധം. ഇത് വാസ്തവത്തിൽ ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതനെ വേർതിരിക്കുമ്പോൾ അവനെ വിശുദ്ധീകരിച്ച്, കഴിഞ്ഞ ദിവസം കർത്താവ് പഠിപ്പിച്ച് പുരോഹിതൻ്റെ വസ്ത്രവും പുരോഹിതൻ്റെ നാവും നന്നായിട്ട് അവൻ ശുദ്ധീകരിക്കും. കാരണം 2 കാര്യങ്ങൾ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ചിന്തിച്ച വിഷയമുണ്ടല്ലോ, മലാഖിയിൽ നാം വായിക്കുന്നത്, അവൻ അലക്കുകാരൻ്റെ ചാരവെള്ളവും റിഫൈനേഴ്സ് ഊതിക്കഴിക്കുന്നവൻ്റെ തീയുമായിട്ട് വരും. കാരണം യെശയ്യാവിനെ അവൻ്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചതുപോലെ പുരോഹിതൻ്റെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം കഴുകി ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ അലക്കുകാരൻ്റെ ചാരവെള്ളം പുരോഹിതനെ ശുദ്ധീകരിക്കുന്നതാണ്. പുരോഹിതൻ ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവനാണ്. നാം എല്ലാം രാജകീയ പുരോഹിതൻ വർഗമാണ്. അവിടെ എല്ലാം യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഡെഡിക്കേറ്റഡ് അൺ ടു ദ ലോർഡ്. കർത്താവിന് വേർതിരിക്കപ്പെട്ടതാണ്. അത് മാത്രമേ ഉള്ളൂ. അവിടെ കുതിരകളുടെ മണി പോലും കർത്താവിന് കുതിര പോലും കർത്താവിന് വേർതിരിക്കപ്പെട്ടതായിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം കർത്താവിൻ്റേതായിട്ട് ജീവിച്ചേ പറ്റുള്ളൂ. ഇത് യെരൂശലേമിൽ വാസ്തവമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 36-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 28 ആൻഡ് വേഴ്സ് 36. മഹാപുരോഹിതൻ്റെ മേൽ മാത്രം എഴുതിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുതിരയുടെ മണിയെപ്പോലും എഴുതിയിരിക്കുന്നത്. വായിക്കാം. 28-36 പുറപ്പാട് പുസ്തകം. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായി കൊത്തേണം. മായ്ച്ചു കളയാൻ പാടില്ല. അത് മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് കെട്ടണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. അത് മുടിയുടെ മുൻഭാഗത്ത്, കിരീടത്തിൻ്റെ മുൻഭാഗത്ത്, അല്ലെങ്കിൽ നെറ്റിയിൽ സകല മനുഷ്യരും കാണെ പുരോഹിതന് വെക്കുന്ന ലേബലാണ്, ടൈറ്റിലാണത്, യഹോവയ്ക്ക് വിശുദ്ധം. ഇയാള് ദൈവത്തിന് വിശുദ്ധമായിട്ട് വേർതിരിക്കപ്പെട്ടവനാ, ദൈവാലയത്തിൽ ശുശ്രൂഷിക്കാൻ വേർതിരിക്കപ്പെട്ടവനാ, അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ വിളിക്കപ്പെട്ടവനാ, ദൈവത്തിനു വേണ്ടി ചില പ്രമാണങ്ങൾ ജീവിക്കാൻ. അവൻ ശവത്താൽ അശുദ്ധനാകാൻ പാടില്ല, അവൻ തൻ്റെ വിശുദ്ധ വസ്ത്രം വലിച്ചു കീറാൻ പാടില്ല, അവൻ്റെ തലമുടി പിച്ചിപ്പറിക്കാൻ പാടില്ല. ഇങ്ങനെ വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകൾ പ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് യഹോവയ്ക്ക് വിശുദ്ധം. ഇവിടെ എഴുതിയിരിക്കുന്നത്, യേശു കർത്താവ് രാജാവായിട്ട് വാഴുന്നു. അവൻ യെരൂശലേമിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കാനായിട്ട് പോവുകയാണ്. അന്ന് സകലതും കർത്താവിന് വിശുദ്ധം. പുരോഹിതൻ്റെ നെറ്റിയിൽ മാത്രമല്ല, കുതിരകളുടെ മണിമേലും. എവിടേക്ക് എഴുതിയിരിക്കുന്നത്? കുതിരകളുടെ മണികളിൽ യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. ഈ ദൈവാലയത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കലശങ്ങൾ, കുതിരകളുടെ മണികൾ, ഇതിലെല്ലാം ദൈവത്തിന് വേർതിരിക്കപ്പെട്ടത്. അവിടെ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ഇന്ന് നാം കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുമെങ്കിൽ, യഹോവയ്ക്ക് വിശുദ്ധമായിട്ട് നാം നമ്മെ തന്നെ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ശരീരങ്ങൾ, അതുകൊണ്ടാണല്ലോ റോമാലേഖനം 12 പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമുക്കുള്ളതെല്ലാം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരിക്കണം, സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. കാരണം അവിടെ കർത്താവിന് വേർതിരിക്കപ്പെട്ട യഹോവയ്ക്ക് വിശുദ്ധമായത് മാത്രമേ ഉള്ളൂ. 6-ാമത്തെ കാര്യം. ഇനി 7-ാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനിതെല്ലാം വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോവുകയാണ്. 7-ാമത്തെ കാര്യം 21-ാം വാക്യം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് മലയാളം വായിക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആകില്ല, ഇംഗ്ലീഷിലത് വളരെ വ്യക്തമാണ്. വായിച്ചേ, 21-ാം വാക്യം വായിച്ചേ. യെരൂശലേമിലും യഹൂദയിലും ഉള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അത് ദേവാലയത്തിലെ കലങ്ങളും വിശുദ്ധമായിരിക്കും. യെരൂശലേമിലും യഹൂദയിലും ഉള്ള കലങ്ങളും വിശുദ്ധം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലെ പാത്രം പോലെ ആയിരിക്കണം എൻ്റെ വീട്ടിലെ പാത്രവും. ദേവാലയത്തിലെ പാത്രം എങ്ങനെ വിശുദ്ധമാണോ അതിനകത്ത് അശുദ്ധമായതൊന്നും എടുക്കരുത്. അത് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാ. അതുപോലെ ആയിരിക്കും
വീട്ടിലെ പാത്രവും. യഹൂദയിലും യെരുശലേമിലുള്ള എല്ലാ കലവും അതുപോലെയായിരിക്കും. ഇപ്പോൾ പണ്ടാണെങ്കിൽ യഹൂദനെ സംബന്ധിച്ച് ദൈവാലയത്തിലെ പാത്രം അതുമാത്രമാണ് വിശുദ്ധം. അതെടുത്തുകൊണ്ട് വന്ന് ബെൽഷസർ അതിൽ വീഞ്ഞു കുടിച്ചതാണല്ലോ ന്യായവിധി വരാനുള്ള കാരണം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവാലയത്തിലെ പാത്രം എങ്ങനെയായിരിക്കും? അതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ റോമാലേഖനം നമ്മൾ പഠിച്ചത്. ദൈവത്തിൻ്റെ ആലയത്തിലെ ആയുധങ്ങൾ പോലെ, ഉപകരണങ്ങൾ പോലെ നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ വീട്ടിലെ പാത്രം ദൈവത്തിന് വിശുദ്ധമായിരിക്കണം, നമ്മുടെ വാഹനം ദൈവത്തിന് വിശുദ്ധമായിരിക്കണം, നമ്മുടെ സകല കാര്യങ്ങളും ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. ഇതാണ് ആ 1000 ആണ്ട് വാഴ്ചയിലെ പ്രമാണം. ഇന്നേ ആ പ്രമാണത്തിലങ്ങ് ജീവിക്കുന്നതല്ലേ നല്ലത്. അവിടെ ചെന്ന് കർത്താവിനോടുകൂടെ ജീവിക്കാനുള്ള ഒരുക്കം വേണമെങ്കിൽ ഇന്നേ ആ പ്രമാണത്തിലങ്ങ് ജീവിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ അടുത്ത ഭാഗം വായിച്ചേ, 7ാമത്തെ കാര്യം. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വീണ്ടും ഇൻ ദറ്റ് ഡേ ഓർ ഫ്രം ദറ്റ് ഡേ, ഇൻ ദറ്റ് ഡേ എന്നാണ് ഓൾഡ് കിങ് ജെയിംസ് എഴുതിയിരിക്കുന്നത്. അത് വളരെ ക്ലിയറാണ്. കാരണം ഈ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന ചില പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലായാൽ ആ സന്ദേശം പഠിക്കാൻ വളരെ എളുപ്പമാണ്. അന്നാളിൽ എന്നായിരുന്നു അത് അവിടെ പരിഭാഷപ്പെടുത്തേണ്ടത്, പക്ഷേ അന്നു മുതൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടും അർത്ഥം ശരി തന്നെ, അർത്ഥത്തിന് ഞാൻ തർക്കമൊന്നുമില്ല. പക്ഷെ പഠിക്കുന്നവർക്ക് ആ പാറ്റേൺ മനസ്സിലാക്കാനായിട്ടാണ് ഇൻ ദറ്റ് ഡേ, അന്നാളിൽ അല്ലെങ്കിൽ അന്നു മുതൽ, ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തു. ഒരു കാര്യം അവിടെ ഉള്ളത് വായിച്ചേ, സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും. ഈ ദൈവത്തിന്റെ ആലയത്തിന്റെ ഭീഷണി എന്താണെന്നറിയാം? ദൈവത്തിന്റെ ആലയത്തിലെ ഭീഷണി അതിൻ്റെ അകത്തെ കച്ചവടം. കനാന്യൻ എന്നെഴുതിയിരിക്കുന്നത് പല ട്രാൻസ്ലേഷനിലെ, ഇവിടെ ഓൾഡ് കിങ് ജെയിംസ് കാനനൈറ്റ് എന്നാണ്, ചില ട്രാൻസ്ലേഷൻ മെർച്ചൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കനാന്യരുടെ ബേസിക് സ്വഭാവം എന്താണെന്നറിയാമോ? കച്ചവടം, കൊടുക്കുക, വാങ്ങുക. ഇതാണല്ലോ യെരുശലേം ദേവാലയത്തിൽ യേശു വന്നപ്പോഴും കണ്ടത്. പക്ഷേ ഈ കച്ചവടം തുടങ്ങിയത് എന്നാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. കച്ചവടം ഇന്നും ഇന്നലെയോ യേശുവിൻ്റെ കാലത്തോ ഒന്നും തുടങ്ങിയല്ല. ദേവാലയത്തിൽ ഈ കച്ചവടം പണ്ടേ തുടങ്ങിയതാണ്. അതിപ്പോഴും ഉണ്ട്, ഓർത്തോളം. ദൈവസഭയ്ക്കകത്ത് ഈ കച്ചവട പരിപാടിയുണ്ട്, കച്ചവടക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ ബിസിനസ് നടത്തുന്നവരെ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിച്ച് കളയരുത്. ആത്മീയ വിഷയങ്ങളിൽ കച്ചവടം നടത്തുന്നവരുണ്ട്. ഈ കച്ചവടം തുടങ്ങിയത് മനസ്സിലാക്കാൻ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പോവാം. ദൈവാലയം പുതുക്കിപ്പണിത കാലത്ത് യേശു കർത്താവും അല്ല ആദ്യമായിട്ട് ഈ കച്ചവടക്കാരെ പുറത്താക്കിയത്. അതിനു മുൻപേ കച്ചവടക്കാരെ പുറത്താക്കിയ ഒരാളായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15 തുടങ്ങിയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നെഹമ്യാ ചാപ്റ്റർ 13 വേഴ്സസ് 15 to 22, 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ചില വാക്യങ്ങൾ നമുക്ക് മുന്നോട്ടൊന്ന് വായിച്ചാട്ടെ. ആ കാലത്ത് യഹൂദായിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബത്തിൽ. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ എസ്രാ, നെഹമ്യാവ് എന്നിവരുടെ കാലത്ത് ദൈവാലയം പുതുക്കിപ്പണിതു. നെഹമ്യാവിൻ്റെ കാലത്ത് ദൈവാലയത്തിൻ്റെ മതിൽ പുതുക്കിപ്പണിതു. അപ്പോൾ ഈ 2 പണിയും നടന്നു. ഇത് കർത്താവിൻ്റെ ആ മടങ്ങി വരവിൽ ഇതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. ദൈവാലയം വീണ്ടും പണിയപ്പെടും. ഇത് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ദൈവത്തിലെ പല കാര്യങ്ങളും മുൻപേ നടന്നത് നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണ്. ഇങ്ങനെയാണല്ലോ കൊരിന്ത്യലേഖനം പറയുന്നത്. ഇത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ പണ്ട് നടന്നത് ദൃഷ്ടാന്തമായിട്ടെടുത്ത് ബുദ്ധി പഠിച്ചോണം. അതാണ് പ്രമാണം. വായിച്ചേ. ശബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. ശബത്തിൽ നോക്കണം, യഹൂദനെ സംബന്ധിച്ച് ശബത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ദൈവാലയമൊക്കെ പുതുക്കി പണിതിരിക്കുകയാണ്, മതിലുമൊക്കെ പണി തീർത്ത് എല്ലാവരും വലിയ ആഘോഷമായിട്ടിരിക്കുമ്പോൾ എന്താ കച്ചവടക്കാരനും കയറിയിട്ടുണ്ട് അകത്തോട്ട്. ഈ ഉണർവ് നടക്കുമ്പോൾ എല്ലാം ഈ കുറച്ച് കച്ചവടക്കാരകത്ത് കയറും. അത് നല്ല വിവേചനമില്ലെങ്കിൽ ഈ കച്ചവടക്കാരനെ പിടിക്കാൻ പറ്റുകയില്ല. അവൻ്റെ ഉദ്ദേശം വേറെ കച്ചവടം, ഇതിനകത്ത് വല്ല ലാഭം ഉണ്ടാക്കുക, നേട്ടം ഉണ്ടാക്കുക, സ്ഥാനമാനങ്ങൾ പ്രാപിക്കുക, ഇതൊക്കെയാണ്. കുറേ പണം ഉണ്ടാക്കുക, പ്രശസ്തനാകുക, ഇതൊക്കെയാണ് ഈ കച്ചവടം. വായിച്ചേ, ഇവിടെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ. അവിടെ ശ്രദ്ധിച്ചോണം, ഭക്ഷണ സാധനം എന്ത് ചെയ്യുക? വിൽക്കുക. കുറച്ച് മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, നെഹമ്യാവ് ആ ഉത്സവമൊക്കെ ആചരിക്കുമ്പോൾ അവർ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
പക്ഷേ കച്ചവടക്കാരൻ ഈ പകർച്ച കൊടുത്തയക്കുന്ന ഒന്നും വിഷയമല്ല, അവനെ വിൽക്കണം, വിറ്റ് ലാഭം ഉണ്ടാക്കണം. ഭക്ഷണ സാധനം വരെ വിൽക്കുക. ഹോട്ടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ, ദേവാലയത്തിലെ ആത്മീയ ഭക്ഷണം വിൽക്കുന്നതിനെ കുറിച്ചാണ് വായിക്കുന്നത്. ദേവാലയത്തിൽ നടക്കുന്ന കച്ചവടത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. വായിച്ചോ? ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. നെഹമ്യാവ് ആദ്യം പ്രബോധിപ്പിച്ചു. വായിച്ചേ. സോര്യരും അവിടെ പാർത്ത് മത്സ്യം പലചരക്കും കൊണ്ടുവന്ന് ശബത്തിൽ യഹൂദ്യർക്കും യെരൂശലേമിലും വിറ്റുപോന്നു. ഈ കച്ചവടക്കാർ, കനാന്യർ, സോദ്യർ, ഇവരെല്ലാം വന്നിട്ട് ഇതാർക്ക് വിൽക്കുകയാണ്? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹൂദ്യർക്ക് യെരൂശലേമിൽ കൊണ്ടുവന്ന് യഹൂദ്യർക്ക് യെരൂശലേമിൽ അത് വിറ്റുകൊണ്ടിരിക്കുക. ഇതാണ് കച്ചവടം, ദൈവാലയത്തിലെ കച്ചവടം. യേശുവിൻ്റെ കാലത്ത് പ്രാക്കളെയും ഒക്കെയാണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നെഹമ്യാവിൻ്റെ കാലത്തെ കച്ചവടം ഒരിച്ചിരി വ്യത്യാസം. ഓരോ കാലത്തും കച്ചവടത്തിൻ്റെ ചരക്കിന് ചെറിയ വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് വേറെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കച്ചവടം വായിച്ചതോട് വായിക്കാം. അതുകൊണ്ട് ഞാൻ യഹൂദാശ്രേഷ്ഠന്മാരെ ശാസിച്ചു. യഹൂദാശ്രേഷ്ഠന്മാരെ അവൻ ശാസിച്ചു. നിങ്ങൾ ശബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബത്തിന് മുമ്പേ യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറപ്പാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു. 22 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. ഞാൻ അതോടെ വായിപ്പിക്കുന്നില്ല, കാരണം അത് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. നെഹമ്യാവ് അവസാനം വാതിൽ അടച്ചേക്കാൻ പറഞ്ഞ് ഈ കച്ചവടക്കാരെ കയറ്റാതിരിക്കാനുള്ള പരിപാടി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില വിഷയങ്ങളിൽ വാതിൽ അടയ്ക്കേണ്ട വിഷയങ്ങളുണ്ട്. കാരണം ദൈവം തൻ്റെ ആലയത്തിനകത്ത് ഒരു കച്ചവടവും അനുവദിക്കത്തില്ല, ഒരാത്മീയ കച്ചവടവും അനുവദിക്കത്തില്ല, ഒരഭ്യാസവും അനുവദിക്കത്തില്ല, ഒന്നും അനുവദിക്കത്തില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. ആരും ചരക്ക് വിൽക്കാനായിട്ട് ദൈവസഭയെ വരരുത്, ദൈവാലയത്തിൽ വരരുത്. യെരൂശലേമിൽ അത് നടക്കാൻ പോകുന്നില്ല. അതാണ് എഴുതിയിരിക്കുന്നത്. അന്നാളിൽ യാതൊരു കനാന്യനും യെരൂശലേമിൽ ഉണ്ടായിരിക്കുകയില്ല, ദൈവാലയത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അവിടെ നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് തിരിച്ചു വരാം. സഖറിയ പ്രവചനം 21 വാക്യം. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഒരു കച്ചവടവും ഉണ്ടായിരിക്കുക ഇല്ല. ഈ നെഹമ്യാവിൻ്റെ കാലത്തെ കച്ചവടം, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ നടന്ന കച്ചവടം, യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ കർത്താവ് ദേവാലയത്തിൽ പോയ മറ്റൊരു സന്ദർഭത്തിൽ അവിടെ നടന്ന കച്ചവടം, ഇതെല്ലാ തലമുറയിലും ഈ ദേവാലയത്തിലെ കച്ചവട പരിപാടിയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഈ നാളുകൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. നാം ഈ കച്ചവടത്തിൽ കുടുങ്ങിപ്പോയാൽ, ഈ ബിസിനസ്സിൽ കുടുങ്ങിപ്പോയാൽ, ഈ ലോക വിഷയങ്ങളിൽ കുടുങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ ഈ ഉപായങ്ങളിൽ കുടുങ്ങിപ്പോയാൽ നമ്മുടെ ആത്മീയ ജീവിതം താറുമാറാകും. ദൈവാലയത്തിൽ വരുന്നത് ദൈവത്തെ നമസ്കരിക്കാൻ മാത്രമായിരിക്കട്ടെ, അവനെ ആരാധിക്കാൻ മാത്രമായിരിക്കട്ടെ, അവന് യാഗമർപ്പിക്കാൻ മാത്രമായിരിക്കട്ടെ. വേറൊരു കച്ചവടത്തിനും അല്ല നാം ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. അവൻ രാജാവായിട്ട് 1000 ആണ്ട് വാഴുന്ന ആ വാഴ്ചയിൽ സഖറിയാവ് പ്രവചിക്കുകയാണ്, ഇനി ഈ ചാട്ടവാർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെഹമ്യാവ് ചെയ്ത പോലെ വാതിലടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെഹമ്യാവ് വാതിലടച്ചു, കർത്താവ് ചാട്ടവാറുണ്ടാക്കി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമില്ല. ഒരു കച്ചവടക്കാരനും പിന്നെ അങ്ങോട്ട് വരികയില്ല. കാരണം അവിടെ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അവസ്ഥ. ദൈവമക്കളെ, ഇത് വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. സഖറിയാവിൻ്റെ പ്രവചനം വേഗത്തിൽ യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്നു. നാം അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ, ആ കൂടാരപ്പെരുന്നാൾ അടുത്ത് വരുന്നത് കാണുമ്പോൾ, അതിനു മുമ്പേ ഒരു കാഹളപ്പെരുന്നാളുണ്ട് എന്നും മറന്നു പോകരുത്. ആ കാഹളപ്പെരുന്നാളിൽ അവനോട് കൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പകൽക്കാലം വേഗത്തിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം. കണ്ണുകളെ അടയ്ക്കാം. അല്പസമയം നമുക്ക് വാതുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം.